വ്യാജരേഖകൾ ചമച്ച് അവയവക്കടത്ത് നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുകയാണ്. കാസർഗോഡ് നിന്നും അറസ്റ്റിലായ മുഹമ്മദ് നജീബാണ് പ്രധാന പ്രതി. വ്യാജരേഖകൾ ചമച്ച് അവയവക്കടത്ത് നടത്തുന്നതായിട്ടുള്ള സുപ്രധാന രേഖകളാണ് ഇ.ഡി. പുറത്തുവിട്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് പിടിയിലായ മുഹമ്മദ് നജീബാണ് പ്രധാന പ്രതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ മുഹമ്മദ് നജീബിനെ ചുറ്റിപ്പറ്റിയാണ് കേരളത്തിലെ പല പ്രമുഖ ഹോസ്പിറ്റലുകളും ഇപ്പോൾ പിടിയിലാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇ.ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയരാകാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഇടം നേടി കഴിഞ്ഞിരിക്കുന്നു. അവയവദാനത്തിനും അവയവ കച്ചവടത്തിനും വർഷങ്ങൾക്ക് മുമ്പേ ഈ കേരളത്തിൽ എന്തെങ്കിലും ഒരു വാർത്തകൾ വരുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിൽ ഒന്നാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ഇപ്രാവശ്യവും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയും തമ്മിലുണ്ടാക്കിയ കരാറാണ് അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടെത്തിയത്. എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. കരൾ മാറ്റിവെക്കാനായിട്ട്, ഒരു രോഗിയെ കരൾ മാറ്റിവെക്കാനായിട്ട് എത്തിച്ചാൽ, ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആ എത്തിക്കുന്നവർക്ക് 1,00,000 രൂപ കമ്മീഷനായി നൽകുന്നു. തീർന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് വൃക്ക മാറ്റിവെക്കണോ? ഈ വൃക്ക മാറ്റിവെക്കാനായിട്ട് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ 50,000 രൂപയാണ് കമ്മീഷൻ. മറ്റ് ചികിത്സകൾക്ക്, പ്രത്യേകിച്ച് കിടത്തി ചികിത്സകൾക്കായി എത്തുന്ന രോഗികളുടെ ആകെ ബില്ലിന്റെ 10% കമ്മീഷനായി ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അവയവ കച്ചവടത്തിന്റെ രീതികളാണ് ഇപ്പോൾ ഇ.ഡി. അന്വേഷണത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പല സുപ്രധാന ഹോസ്പിറ്റലുകളിലും ഈ മുഹമ്മദ് നജീബായിട്ട് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഈ നജീബിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയപ്പെടുന്ന ഹോസ്പിറ്റൽസിനെല്ലാം പണമിടപാടുകൾ നടത്തിയതായി രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ MD ആയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ചോദ്യം ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ ബാക്കി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൽ ഏകദേശം ഇതിന്റെയൊക്കെ ഒരു സംശയാസ്പദമായ നിലയിലാണ്. നമ്മൾ കണ്ടിരുന്നു 2 മാസം മുൻപേ എറണാകുളത്തിലെ 5 ഹോസ്പിറ്റലുകളിൽ ഒരേ സമയം ഇ.ഡി. അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. കാരണം അവയുടെ കച്ചവടത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇ.ഡി. അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ അതേ ഇ.ഡി. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കരൾ മാറ്റിവെക്കാനോ ഒരു രോഗിനെ നിങ്ങൾ കൊണ്ടുവന്നതിന് 1,00,000 രൂപയാണ്. വൃക്ക മാറ്റിവെക്കണോ നിങ്ങൾ ഒരു രോഗിനെ കൊണ്ടുവന്നതിനാൽ 50,000 രൂപയാണ്. ഇനി കിടത്തി ചികിത്സയാണെങ്കിലോ ആകെ എത്രയാണോ ആ ബില്ലായതിന് ആ ബില്ലിൽ 10% കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ അവയവദാനത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ജോസഫ് മൂവിയുടെ അതേ കഥ തന്നെയല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോസഫ് എന്ന് പറഞ്ഞ മൂവിയിൽ ജോസഫിന്റെ ശരീരം തന്നെയാണ് തെളിവായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നജീബിലൂടെ പിടിയിലാകാൻ പോകുന്നത് ആരൊക്കെയാണ്? വമ്പൻ സ്രാവുകളാണ്. നമുക്കറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ഈ കേസിന്റെ പേര് പോലും ഇവിടെ നിലനിൽക്കുമെന്നൊന്നും അറിയില്ല. ലേക്ക് ഷോർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്ന് ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ രോഗിയുടെ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ അടിച്ചു മാറ്റിയതാണ്, ആ വീട്ടുകാരുടെ സമ്മതം പോലുമില്ലാതെ. ഇതാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചുറ്റിപ്പറ്റി നടന്നിരുന്ന ആദ്യത്തെ അപവാദം. എന്താണ് ഒരു പറ്റം ആളുകൾ പറയുന്നതെങ്കിലും നമ്മുടെ ഗണപതി സാർ പറയുന്നത് ഇത് വ്യക്തമായിട്ടും സുതാര്യമായിട്ട് പറയുന്നുണ്ട്. ആ കുട്ടീനെ കൊല ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ജീവനോടെയാണോ ഈ അവയവങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും എടുത്തതെന്നാണ് ഗണപതി സാർ ഇപ്പോഴും സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ മാത്രമല്ല, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലും രാജഗിരി ഹോസ്പിറ്റലിലും എല്ലാം 5 കേരളത്തിലെ എറണാകുളം ജില്ലയിലെ 5 സുപ്രധാന ഹോസ്പിറ്റലുകൾ എല്ലാം ഈ ഇ.ഡി. അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ. കാരണം ഇപ്പോൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അതുപോലെ വൃക്ക മാറ്റിവെക്കലും കിടത്തി ചികിത്സയ്ക്കൊക്കെ കമ്മീഷനാണ്. ഇനി ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ എന്താണ് കമ്മീഷൻ, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇനി അറിയാൻ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ അവയവ കച്ചവടത്തിന്റെ പുറകെ നടക്കുന്ന, അതായത് ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ ജീവൻ അപകടത്തിലാക്കുന്ന പല സുപ്രധാന സംഭവങ്ങളും ഇന്ന് ഈ കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം അവയവ മാഫിയ തന്നെ നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ടിയിരുന്ന ഡോക്ടർമാരെ എല്ലാം വിലക്കെടുത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇ.ഡി. അന്വേഷണം നല്ല മികച്ച രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്.
ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപമുണ്ട്. ആ ഒരു രൂപത്തെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്താണ് ഈ നമുക്കറിയാനുള്ളത്. ഈ അവയവ കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന, ഈ ഡോക്ടേഴ്സിന് കിട്ടുന്ന എത്ര രൂപയാണ് എന്ന് കൂടി ED അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കും. വരും ദിവസങ്ങളിൽ അതിനെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിരിക്കും ചിലപ്പോൾ കേരള ജനത അറിയാൻ പോകുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഈ 5 ഹോസ്പിറ്റലുകൾ തന്നെയാണോ, ഇനി 5-ൽ നിന്നും ഒരുപാട് പേരിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിലേക്ക് അത് നീളുമോ എന്നാണ് ഇനി കണ്ടു തന്നെ അറിയാനുള്ളത്.